എൻ്റെ കൂട്ടാൻ വീട്ടിൽ ഞാൻ ഒരു ഹോം അസിസ്റ്റൻറ്റ് സെർവർ കയറ്റാൻ പോണേ. അവൻ പറഞ്ഞ് എൻ്റെ വീട്ടിലും ലൈറ്റ് ഓട്ടോമേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് അങ്ങടെ സെർവർ അങ്ങോട്ട് കയറ്റാം. ഇതൊരു പഴയ ടോഷിബ ലാപ്ടോപ്പാണ്. എൻ്റെ റൂഫ് ടോപ്പിൽ കിടന്നു വെച്ചാണ് കുറേ നാളായിട്ട്. ഇതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ ഇത് പഴയ മോഡലാണ്, അത്ര അറിയുള്ളൂ. എന്തായാലും നമുക്കൊന്ന് നോക്കാം ഈ ക്രഞ്ചി സാധനം ഓണാവോന്ന്. എനിക്ക് സംശയമുണ്ട് നല്ല രീതിയിൽ ഓണാവെന്ന് എനിക്ക് തോന്നില്ല. നേച്ചറായിട്ട് എക്സ്പോസ്ഡ് ആയിരുന്നത് ആദ്യം തന്നെ ഒന്ന് തുടക്കാം, ഫുള്ള് പൊടിയാവില്ലെങ്കിൽ. പറ്റാൻ അത്രയും തുടച്ചുണ്ട്. ഇനി ഒന്ന് തുറന്നു നോക്കാം സാധനം, ഇനി കുത്തിയിട്ട് ഓണാവും നോക്കാം. ഇപ്പൊ ഇത് തുറക്കാൻ പോണേ, ഫ്രണ്ടൊക്കെ ചിളങ്ങിയിരിക്കണ. എന്തോ അതിന് മേളിൽ വെച്ചിട്ടുണ്ട് ഞാൻ. അടിപൊളി, കീബോർഡും കാണാനില്ല. ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല, പുറത്തുനിന്ന് വെച്ച ലാപ്ടോപ്പാണല്ലോ. പിന്നെ ലാപ്ടോപ്പിന് വേറെ പുതിയ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇതേ 1 ഹാൻഡ് ഓപ്പണിംഗ് ഉണ്ട്. ഇപ്പം എന്താ 1 ഹാൻഡ് ഓപ്പണിംഗ്, പിന്നെ ഓട്ടോ ക്ലോസിംഗ് ഉണ്ട്. കുറച്ച് അടച്ചാൽ മതി, പയ്യെ അടച്ചാൽ മതി, തന്നെ തന്നെ ക്ലോസ് ആവും. ഇതിൻ്റെ പഴയ ലാപ്ടോപ്പ് ആയതുകൊണ്ട് എൻ്റെ ചാർജർ എന്തായാലും ഇല്ല. അപ്പം ഞാൻ ഈ സോണിയുടെ 19.5 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഉപയോഗിക്കാൻ പോണേ. ലാപ്ടോപ്പ് 19 വോൾട്ട് ആയിക്കോളും മിക്കാറും. ചെക്ക് ചെയ്ത് നോക്കട്ടെ. സാധനം 19 വോൾട്ട് തന്നെയാണ്. ഇങ്ങനെ കുത്തി നോക്കട്ടെ. ബാറ്ററി ഇൻഡിക്കേറ്റർ കത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സാധനം ഓണാവും നോക്കട്ടെ. ഫാൻ കറങ്ങുന്നുണ്ട്, പക്ഷേ ഡിസ്പ്ലേയിലൊന്നും മഞ്ഞില്ല. 2-3 പ്രാവശ്യം ഞാൻ ഓണാക്കി ഓഫാക്കി നോക്കി, പക്ഷെ അപ്പോഴൊന്നും മഞ്ഞില്ല. എന്താണെന്ന് എനിക്കറിയില്ല. അതൊന്ന് ബാക്കിൽ ഇനി CMOS ബാറ്ററി എടുത്ത് ഊരിയിട്ട് നോക്കാം. ഒന്ന് CMOS ബാറ്ററി ഇപ്പോൾ റിമൂവ് ചെയ്യുക, എന്നിട്ട് ഓണാക്കി നോക്കാം എങ്ങനെ വർക്ക് ചെയ്യില്ല എന്ന്. ഇപ്പം അതിലും കഷ്ടമായി. CMOS ബാറ്ററി ഊരിയപ്പോൾ ഇപ്പോൾ ആക്ടിവിറ്റി LED കത്തണില്ല. ഇപ്പോൾ വെറുതെ ബ്ലാങ്ക് ആണ്, പവറായിട്ട് ഇപ്പുണ്ട്. CMOS ബാറ്ററി തിരിച്ചിട്ടുണ്ട്. ഇനി അതിൽ വ്യത്യാസം ഉണ്ടാകുന്ന നോക്കട്ടെ. ഇനി ബെസ്റ്റ് ഇപ്പോൾ 2 LED കത്തണില്ല, പവറും കത്തണില്ല, ആക്ടിവിറ്റി LED കത്തണില്ല. ആകെ കത്തിരിക്കണ മറ്റേ ബാറ്ററിയുടെ ആണ്. ബാറ്ററി ഒന്ന് ഇട്ട് നോക്കട്ടെ ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നു. ഒരു വ്യത്യാസവും ഇല്ല. ആകെ ഇപ്പോൾ ബാറ്ററി ഇൻഡിക്കേറ്റർ ചാർജിങ് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു CMOS ബാറ്ററി ഊരിയപ്പോൾ ഉള്ള ലാപ്ടോപ്പിൻ്റെ കാറ്റ് ഞാൻ നെക്കിക്കളഞ്ഞെന്ന് തോന്നുന്നു. ഒരു വ്യത്യാസമില്ല. ഇപ്പം ഞാനൊക്കെ റാമൊക്കെ എടുത്ത് അങ്ങാടിക്ക് ഇളക്കിയൊക്കെ ഇട്ട് നോക്കി, ഒന്നും വന്നില്ല. CMOS ബാറ്ററി 5-6 പ്രാവശ്യം ഇട്ട് നോക്കി, റാം അപ്പുറം മാറ്റി കോമ്പിനേഷനൊക്കെ ആയിട്ട് നോക്കി, ഒന്നും ഓണാവണില്ല. എൻ്റെ അടുത്ത് വേറെ CMOS ബാറ്ററി ഒന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാണ്ട് ഞാൻ ESP30യുടെ 3.3 ഔട്ട്പുട്ട് എടുത്ത് അങ്ങോട്ട് കുത്തി നോക്കാമെന്ന് വെച്ചു. CMOS ബാറ്ററിയുടെ സാധനം ഇപ്പം വർക്കായിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ മൾട്ടിമീറ്റർ വെച്ചാൽ ആ CMOSൻ്റെ ബാറ്ററി സ്ലോട്ടിൽ എന്താ വോൾട്ടേജ് എന്തെങ്കിലും വന്നിട്ടാണ് ചെക്ക് ചെയ്യാണ്ട് ഞാൻ മൾട്ടിമീറ്റർ എടുത്ത് നോക്കണം കേട്ടോ. 1.5 1.7 കൊണ്ടുണ്ട്. ഇനി ഇതിനകത്ത് നിന്ന് തിരിച്ച് സപ്ലൈ ഉണ്ടാകുന്ന എനിക്കറിയില്ല കേട്ടോ. പിന്നെ വെറുതെ രസത്തിന് ഞാൻ മൾട്ടിമീറ്റർ AC-ലോട്ടാക്കി 3.2 വോൾട്ട് AC-യിൽ. ഇനി ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ ഫീൽഡിൽ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല. എനിക്ക് മദർ ബോർഡ് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ നോളജിൽ 3 വോൾട്ട് സെല്ലിൽ വെക്കണ സ്ഥലത്ത് ഒരു AC വോൾട്ടേജ് വരാനുള്ള ചാൻസ് പാടില്ല എന്ന് എൻ്റെ ഒരു ഐഡിയ. പിന്നെ ഞാൻ ആലോചിച്ചു എന്തിനും കടന്ന് ഇനി ഷോർട്ട് ആവണമെന്ന് അറിയില്ല. ഞാൻ ലാപ്ടോപ്പ് മൊത്തത്തിൽ സ്ട്രിപ്പ് ഡൗൺ ചെയ്ത് മോണിറ്റർ മാത്രം വെക്കാൻ പോണേ. മോണിറ്റർ അല്ല, പാനൽ മാത്രം, പിന്നെ മദർ ബോർഡ്. ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഇത്ര നേരമായിട്ട് ഡിസ്പ്ലേ പറഞ്ഞ സാധനം കണക്റ്റഡ് അല്ലായിരുന്നു. അപ്പം ഞാൻ അടുത്തത് കുത്തി, എന്നിട്ട് വീണ്ടും ഞാൻ ഓണാക്കി. ഒരനക്കവും ഇല്ല ഇത് സാധനത്തിന്. ലാസ്റ്റ് ഇപ്പോൾ മദർ ബോർഡും പുറത്തായി. ഇനി എന്തെങ്കിലും വല്ല വ്യത്യാസം ഉണ്ടാകാൻ നോക്കാൻ വേണ്ടി തുണി വെച്ച് തുടച്ച് നോക്കണേ, എന്തെങ്കിലും വല്ല വ്യത്യാസം പറ്റുമെന്ന്. ബോർഡ് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമല്ല, കൊറോഷൻ അങ്ങനത്തെ മാങ്ങിയൊന്നും കാണുന്നില്ല. പക്ഷേ എന്താണ് ഇനി നടന്നത് എനിക്കറിയില്ല. ഇനി ഞാൻ കൊണ്ട് 3.3 വോൾട്ട് എടുത്ത് ലാസ്റ്റ് എൻ്റെ ഫൈനൽ കാറ്റും നെക്കി കളഞ്ഞെന്ന് തോന്നുമെങ്കിൽ. പിന്നെ അതെ ലാപ്ടോപ്പ് ഇപ്പോൾ പവർ ചെയ്യാൻ പോണേ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്തെങ്കിലും മിസ്സിങ് ഉണ്ടോ ഈ ബോർഡിൽ? പിന്നെ ടേബിളിൽ തന്നെ കിടപ്പുണ്ട് 2 സാധനങ്ങൾ. അതില്ലാതെ ഞാനിത് ഓണാക്കാൻ നോക്കണേ. അപ്പോൾ അതെ പിന്നെ ഞാൻ റാം ഇട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഓണാക്കിയിട്ടാ. അപ്പോൾ പുതിയൊരു ഡിസ്കവറി ഇട്ടാ. ചിപ്പ് സെറ്റ് കിടന്ന് പഴുത്തുകൊണ്ടിരിക്കണം അവിടെ. പാനൽ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓണാക്കി നോക്കി, എന്നിട്ടും ഓണാവണില്ല. മോസ്റ്റ് പ്രോബബ്ലി ചിപ്പ് സെറ്റ് മിക്കവാറും പോക്കാണ് ഇതിൻ്റെ. അപ്പോൾ ഈ സിസ്റ്റത്തിൽ പോക്കാണ് കാര്യം. അപ്പോൾ എനിക്ക് വേറെ ഐഡിയ ആയിട്ടുണ്ട്, വേറെ സിസ്റ്റം ഉണ്ട് മേലോ, പക്ഷെ അത് കൂട്ടാനാണ്. ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ എടാ, നാളെ ഞാൻ പരിപ്പോടേയും സമൂസ അടിച്ചുതരാം, പകരം നിന്റെ കമ്പ്യൂട്ടർ എടുക്കാൻ. നാളെ എനിക്ക് പരിപ്പോടെ സമൂസ അടിച്ചുതരാം, പകരം നിന്റെ കമ്പ്യൂട്ടർ എടുക്കാൻ. അപ്പൊ ഇതാണ് കൂട്ടാന്റെ കമ്പ്യൂട്ടർ. ഇത് എന്തോ പെൻഡിയമാണ്, എന്ത് പെൻഡിയം എനിക്കറിയില്ല. സാധനം ഡ്യൂൾക്കാറാണെന്ന് എനിക്കറിയാം. ആ സെല്ലൊന്ന് നൈസായിട്ട് ഊരി മറ്റേ ബോർഡിൽ ഇരുന്ന് ഇട്ടോക്കിയിട്ട് ഓണാവും നോക്കിയാലോ.
ഇപ്പോഴും വർക്ക് ചെയ്യാനുള്ള ബോൾ തിരിച്ചയച്ച് ഞാൻ ടേബിളിലെ പൊക്കത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അത് ഇനി എൻ്റെ ഡിഫോൾട്ട് വാൾപേപ്പർ ആക്കി വെച്ചാണ്. ഇതാണ് സി പിന് ഉപയോഗിക്കാൻ പോണ മോണിറ്റർ. ഫോക്സി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇതും കൂട്ടാൻ്റെ ആണ്. ഇതിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. CPU HDMI ഇതിലൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പവർ കോഡ് ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഓണാക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കുമെന്ന് നോക്കാം. ഇപ്പം ഈ പ്ലഗിൽ തന്നെ എർത്തിങ്ങും ഇല്ലാത്ത പ്ലഗാണ്. അങ്ങനെ അടിപൊളിയായിട്ട് ഷോക്ക് അടിക്കുക. കാണി മോട്ടർ ഒന്ന് ഓണാക്കിക്കോട്ടെ. മോട്ടർ ആക്കി ചത്തുപോയാ. മോണിറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി CPU ഓണാക്കാൻ പോണേ. ദൂരെ നിന്ന് ഓണാക്കാൻ നല്ല ചോക്കടിച്ച് നല്ല പൊട്ടിത്തെറിച്ചാണ്. അതിനകത്ത് മറ്റേ സ്റ്റീൽ പാത്രത്തിൻ്റെ പവർ സപ്ലൈ ഇരിക്കണം. പ്ലഗ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി പവർ ബട്ടൺ വെച്ച് നോക്കട്ടെ. ഫാൻ ഇറങ്ങിയിട്ടുണ്ട്. സിഗ്നൽ വരുമോ? ഇല്ല, സിഗ്നൽ വന്നില്ല. ഞാൻ സീമോസ് ഇല്ലപ്പോൾ ഇതിൻ്റെയും കൂടി കാറ്റ് പോയെന്ന് തോന്നുന്നു എനിക്ക്. സാധനം വർക്കായിട്ട് അതെ VGA കുത്തിയിട്ട് വർക്കായി. അത് എന്താണ് നോക്കാം നമുക്ക്. മെയിനായിട്ട് സാധനം എന്താണെന്ന് കാണിക്കണില്ല. എന്തായാലും സാധനം വർക്കായി. വളരെ സമാധാനമുണ്ട്. ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇത് വാൾപേപ്പറാക്കി വെച്ചേക്കണേ. ഇതിന് സ്പെക്ക് പറഞ്ഞാൽ ഇൻ്റൽ പെൻറ്റിയം ഏതോ 2 കോറുള്ളത്, പിന്നെ 4 GB റാം. അതൊക്കെ മതി ഹോം അസിസ്റ്റൻ്റ് ഓടിക്കാൻ. പിന്നെ ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ അടുത്ത വള്ളി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഇരിക്കുന്ന ഹാർഡ് ഡിസ്ക്കാണ്. നമുക്ക് വേണ്ടത് SSD ആണ്. ഇനി ഈ കാലഘട്ടത്തിൽ SSD മേടിക്കാൻ തന്നെ ഒരു സ്വർണത്തിൻ്റെ വിലയാണ് SSDക്ക് ഇപ്പം. ഹലോ, അവൻ്റെ PC ഓണായി. പക്ഷേ വേറൊരു വള്ളിയായിപ്പോൾ നമ്മളിപ്പോൾ ഈ ഹോം അസിസ്റ്റൻ്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് SSD വേണ്ടേ. നല്ല സമയമാണ് ഇപ്പൊ SSD മേടിക്കാൻ. എന്ത് ചെയ്യും? ഹാർഡ് ഡ്രൈവ് കൊണ്ട് കയറ്റണോ? എന്താണ് എത്ര? അതല്ല, ഭയങ്കര സ്ലോ ആയി കൊടുക്കത്ത. ഒന്നാമത് ഇത് സ്ലോ ആണ്. ഒരു കാര്യം ചെയ്യാ. അല്ല, ഒരു മിനിറ്റ്. എനിക്ക് ഒരു ഓർമ്മ ഉണ്ടല്ലോ, ഈ ഞാൻ മറ്റേ അന്ന് കോളേജിൽ പ്രൊജക്റ്റിന് വേണ്ടി SSD മേടിച്ചില്ലേ? മേടിച്ചിട്ടുണ്ടായി. 1800 രൂപ മേടിച്ചിട്ട് ക്യാൻസൽ ചെയ്ത് പ്രൊജക്റ്റ്. എന്നിട്ട് ആ SSD ഇപ്പൊ എവിടെ വെച്ചാണ് ഞാൻ ആലോചിക്കണേ. നോക്കിട്ട് വിളിക്കാം. ശരിയാണ്. അതുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഇന്ന് തന്നെ ഹോം അസിസ്റ്റന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നാളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മറ്റേ ലാപ്ടോപ്പിന്റെ സാധനം പരിപ്പാക്കിയിട്ട് ഞാൻ വാൾപേപ്പർ ആക്കി വെച്ചാണ് എന്റെ ഡെസ്കുമാ. ശരിയെന്നാ. SSD കിട്ടിയിട്ടാ ഡ്രോറിനകത്ത് തപ്പി കണ്ടുപിടിച്ച് കിട്ടി. പക്ഷെ വലിയ ഗുണമില്ലാത്ത SSD ആണ്. പക്ഷേ ഇത് ഹാർഡ് ഡ്രൈവിനെക്കാട്ടും മൾട്ടിപ്പിൾ ടൈംസ് ബെറ്റർ ആണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഹോം അസിസ്റ്റന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോണേണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഹോം അസിസ്റ്റന്റ് ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും കാണിക്കില്ല. വലിയ ട്യൂട്ടോറിയൽ വീഡിയോ അല്ല ഇത്. ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞാനിപ്പോൾ എന്തായാലും ഡോക്യുമെന്റേഷൻ നോക്കിയാൽ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഡോക്യുമെന്റേഷൻ നോക്കി പോകണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് തന്നെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. ഞാനിപ്പോൾ മെത്തേഡ് 2 ഉപയോഗിക്കാൻ പോണേ. ഡയറക്റ്റ്ലി ഞാൻ ആ SSDയിലോട്ടേക്ക് ഞാൻ ഫ്ലാഷ് ചെയ്യും സോഫ്റ്റ്വെയർ. ഇപ്പോൾ SSDയിൽ ഞാനിപ്പോൾ ഹോം അസിസ്റ്റന്റ് ഫ്ലാഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഡ്രൈവ് ബേയിൽ ഇപ്പോൾ SSD ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂ ഹോളൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് റിസോർട്ടായിട്ട് ഞാൻ ജസ്റ്റ് അത് അതിനകത്ത് ഇടാൻ പോണേ. CPU ജസ്റ്റ് ഞാൻ പൊക്കി എന്നിട്ട് അതിനകത്ത് നിറച്ച് പൊടിയുണ്ട്. അപ്പോൾ ഞാൻ അതെടുത്ത് അയച്ച് ക്ലീൻ ചെയ്യാൻ പോണേ. ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ ഹീറ്റ് സിങ്കർ സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തത്. ക്രീം പോലെ ഇപ്പോൾ ഉണ്ട് കറക്റ്റായിട്ട്. അങ്ങനെ കഴുകിയിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ വരാം. ഹീറ്റ് സിങ്ക് ഇപ്പോൾ ഞാൻ ഉണക്കാൻ വെച്ചാണ്. ഇപ്പോൾ CPU ഒന്ന് മര്യാദക്ക് ക്ലീൻ ചെയ്തിട്ട് പുതിയ തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്യാന്ന് വെച്ച്. ഇപ്പോൾ CPU ജസ്റ്റ് ഫോട്ടോ എടുത്ത് നോക്കാൻ പോണേ. ഏതാണ് CPU കാണാനായിട്ട് നിങ്ങളെ കാണിച്ചു തരാനായിട്ട്. ഞാൻ ബയോസി കാണാൻ പറ്റുമോ? ഞാൻ തപ്പാൻ നിന്നില്ല. ഞാൻ അയച്ച് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ CPU കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോണേ തിരിച്ച്. ഇപ്പോൾ മദർ ബോർഡ് അടിച്ചു പോകണമല്ലേ. CPU കൂളർ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ്. അതുപോലെ മദർ ബോർഡ് അടിച്ചു വരേണ്ടത് എനിക്കറിയില്ല. ഇപ്പോൾ അത് സൈഡ് കവർ ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ ഇപ്പോൾ കൂട്ടാൻ വേണ്ടി പോകാൻ പോണേ. സോ ഞാൻ ഇപ്പോൾ കൂട്ടാനും ഇല്ലാണ്. കുറച്ച് പ്രിപ്പറേഷൻ കൂടി ചെയ്തുകൊണ്ടിരിക്കണേ. അതിപ്പോൾ സെർവർ ഇപ്പോൾ ടേബിളിലെ പുറകിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പോണേ. നമ്മൾ ഇതുവരെയായിട്ട് ഹോം അസിസ്റ്റന്റ് റൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ഒരു ഇൻസ്റ്റാളേഷൻ ഉണ്ടാവും കാണാനായിട്ട്. എല്ലാം കണക്ട് കഴിഞ്ഞു. സാധനം ഇപ്പോൾ ഓണാക്കി വർക്ക് ചെയ്യാനുള്ള റാം ജസ്റ്റ് ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് സ്ലോട്ടോട്ട് നീക്കണ്ടേ. അത് ഓണാവും നോക്കാം. അങ്ങനെ ഹോം അസിസ്റ്റന്റ് ഓൺ ആയിട്ടുണ്ട്. കാണാം ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ ഫസ്റ്റ് ടൈം ബൂട്ടിംഗ് ആണ്.
ഇൻസ്റ്റാളേഷനാണ് അറിയില്ല. ഇപ്പോൾ ഫ്ലാഷ് ചെയ്ത സാധനം ഓണായുണ്ട്. ഇനി മെയിൻ പി സി എന്നിട്ട് ഇത് ആക്സസ് ചെയ്യുക എങ്ങനെയുണ്ട്. ഇതിൻ്റെ യൂസർ അക്കൗണ്ടും പാസ്വേഡൊക്കെ ഉണ്ടാക്കണം ഇനി. അപ്പോൾ ഇതോടെ കൂട്ടാനുള്ള ഹോമസ്റ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് ഇനി അവനെ സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യമുള്ളൂ ഇനി. അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ എൻ്റെ കൂട്ടുകാരനെയും കൂടി ഇൻഫെക്റ്റ് ചെയ്ത് എൻ്റെ ഈ ഹോമസ്റ്റിൻ്റെ ക്രേസ് ഓട്ടോമേഷൻ സെർവർ കാര്യങ്ങൾ. എന്തായാലും മെയിൻ പോയിൻ്റ് ഇത് അവൻ്റെ ഫ്രണ്ടിലെ ലൈറ്റ്സ് ഓട്ടോമാറ്റിക് ആക്കണം. അപ്പോൾ അതിൻ്റേതായ ഫോളോ അപ്പ് വീഡിയോ വരും കുറച്ച് നാളായിട്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നമ്മുടെ ഇന്നത്തേക്കുള്ള വീഡിയോ കഴിഞ്ഞ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, ശരി എന്നാൽ.